എല്ലാവർക്കും നമസ്കാരം. കേൾക്കാമോ? കേൾക്കുന്നില്ലേ? കേൾക്കാമല്ലോ അല്ലേ? ഇഷ്ടപ്പെട്ടോ ട്രെയിലർ? ഞങ്ങൾക്ക് പ്രതീക്ഷ വെക്കണോ വേണ്ടോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഉത്തരം കിട്ടണം. അതുകൊണ്ടാണ്. പറ, ഇഷ്ടപ്പെട്ടോ? ക്ലിയർ ആവുന്നില്ല, ഒന്ന് ഉറക്കം പറയാമോ? താങ്ക് യു. ഇത് അങ്ങനെ വലിയ അവകാശവാദങ്ങളൊന്നുമില്ല. നമ്മളെല്ലാവരും വളരെ ഇഷ്ടപ്പെട്ട് ചെയ്ത ഒരു സിനിമയാണ്. ഈ സിനിമ ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ മാത്രമല്ല, ഇതിനോട് ഞങ്ങളുടെ കൂടെ നിന്ന് ഇപ്പം വേദിയിലുള്ള ഉണ്ണികൃഷ്ണൻ സാർ ഉൾപ്പെടെയുള്ള ഒരുപാട് വെൽ വിഷൻസ് നമുക്ക് ഈ സിനിമയുടെ തുടക്കം മുതൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞാനും ഈ സിനിമയിൽ ഭാഗമായതിൽ വളരെയധികം സന്തോഷിക്കുന്നു. വളരെ ഹാപ്പി ആയിട്ടും കുറച്ച് റിലാക്സ്ഡ് ആയിട്ടും ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. ഒരുപാട് ഫിസിക്കൽ സ്ട്രെയിനൊന്നും അല്ലായിരുന്നു. പക്ഷേ ഈ സിനിമ നിങ്ങളെല്ലാവരെയും ആവേശത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്നതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ തീർച്ചയായിട്ടും ത്രൂ ഔട്ട് ദ സിനിമ എൻഗേജ്ഡ് ആയിരിക്കും, വളരെ എക്സൈറ്റിംഗ് ആയിരിക്കും, വളരെ ഒരു സാറ്റിസ്ഫൈങ് എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ടീസറും ഇതിൻ്റെ പോസ്റ്റേഴ്സും ട്രെയിലറും ഒക്കെ കണ്ടിട്ട് ഈ സിനിമ നന്നാവും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ തന്നെ മറ്റാരുടെയെങ്കിലും അഭിപ്രായം കേൾക്കുന്നതിന് മുമ്പ് പോയി കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സ്പ്രെഡ് ദ വേർഡ്. അത് ഞങ്ങൾക്ക് വലിയ ഉപകാരമായിരിക്കും. താങ്ക് യു സോ മച്ച്. പിന്നെ ഈ സിനിമയുടെ ക്രൂ എല്ലാവരും എനിക്ക് വളരെ പ്രിയപ്പെട്ട, ഞാൻ മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഈ സിനിമയിൽ വന്ന് ജോയിൻ ചെയ്തതിന് ശേഷം വളരെ അടുപ്പമായ വേറെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ എന്നും ചെറിഷ് ചെയ്യുന്ന ഒരുപാട് മെമ്മറീസുള്ള, ഭയങ്കര എന്താ പറയുക, സുഖമുള്ള, സന്തോഷമുള്ള, സ്നേഹമുള്ള ഓർമ്മകളുള്ള സിനിമയാണ്. അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി ഈ സിനിമയിലും ഉണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇവിടെ വന്നതിനും ഞങ്ങളുടെ ഈ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായതിനും ഈ സിനിമയുടെ ഈ സ്റ്റേജിൽ നിൽക്കുന്നതും ബാക്കിയുള്ളവരുമായിട്ടുള്ള എല്ലാവരും താങ്ക് യു സോ മച്ച്. നിങ്ങളുടെയൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റിയത് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. വളരെ സന്തോഷമുള്ള അനുഭവമായിരുന്നു. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ, സന്തോഷം മാത്രം ഉണ്ടാവട്ടെ, സമൃദ്ധി ഉണ്ടാവട്ടെ, എല്ലാവർക്കും സ്നേഹം ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. ചോദിച്ചോടാ, ഒരു കാര്യം ചോദിച്ചോടാ. സഹിച്ചേട്ടനോട് അതെ, നമ്മുടെ എഡിറ്ററാണ്. ഞാൻ കുറേ പ്ലീസ്. മായാനദിയും മരണോടെയും നാരദനും ഡെൽഫീതും ഞങ്ങൾ കുറേ സിനിമകളിൽ വെച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ സഹിച്ചേട്ടാ താങ്ക് യു. ഇനി ഒരുമിച്ച് വർക്ക് ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ചൊരു സിനിമ ചെയ്യുന്നുണ്ട്. അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയിൽ ഞാൻ നായകനായിട്ട് അഭിനയിക്കുന്നുണ്ട്. മുൻപേ എന്ന് പറയുന്നത് എൻ്റെ ബർത്ത്ഡേ ആണ് അതിൻ്റെ ഒരു പോസ്റ്റർ വിട്ടിരുന്നത്. അപ്പോൾ അതും താങ്ക് യു സോ മച്ച്. ഒരു ചോദിച്ചോട്ടെ, ഒരുപാട് പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. ഹൗ ഇസ് ദിസ് മൂവി ഡിഫറെന്റ് ഫ്രം ഓൾ ദോസ്? ഒരുപാടല്ലൊരു 3-4 ചെയ്തിട്ടുണ്ട്. അതിൽ ഇസ്രായേൽ ACP ഷഫീർ അഹമ്മദ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ തരംഗത്തിൽ സസ്പെൻഷനിലുള്ള ഒരു പോലീസുകാരനായിട്ടുണ്ടായിരുന്നു. ഇത് എൻ്റെ അടുത്ത് സംസാരം നിർത്താനുള്ള ബെല്ലാണോ? ഇടയ്ക്കൊരു ബെല്ല് കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതിനുശേഷം കൽക്കി എന്ന് പറയുന്ന സിനിമയിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അത് പക്ഷെ കുറച്ചും കൂടെ ഒരു ലാർജ് ദാൻ ലൈഫ് ക്യാരക്ടറായിരുന്നു. പക്ഷെ ഈ സിനിമയിലെ ക്യാരക്ടർ കുറച്ചൊക്കെ വൾനറബിളായിട്ടുള്ള, നമുക്ക് പരിചയമുള്ള തരം ഒരു പോലീസുകാരനാണ്. പരിചയമുള്ള സൂപ്പർ ഹീറോ ഒന്നുമല്ല. സങ്കടം വരുമ്പോൾ കരയുകയും സന്തോഷം വരുമ്പോൾ ചിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാധാരണ പോലീസുകാരനാണ്. ഒരു SI ആണ്, ആനന്ദ് നാരായണൻ. ആ കഥാപാത്രവും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ടോവിനോ. ആൻഡ് ഐ തിങ്ക് ഇവിടെ നമ്മൾ ആക്ച്വലി നമ്മുടെ ഫിലിമിന്റെ എക്സ്പീരിയൻസ് ഒന്നും ചോദിച്ചില്ല. അപ്പോൾ ലെറ്റ്സ് ഹിയർ ഇറ്റ് ഫ്രം ദം ഓൾസോ പ്ലീസ്. നമസ്കാരം. എന്നെ തള്ളിൻ്റെ ആളെന്നാണ് പറയുന്നത് എല്ലാവരും. അപ്പോൾ വലിയ തള്ളുന്നില്ല. പക്ഷേ അല്ലാത്ത നിങ്ങൾക്ക് മനസ്സിലാകാത്ത മറ്റൊരു മുഹൂർത്തത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാനൊരു നാടക പ്രവർത്തകനായിരുന്നു. കുറേ കാലം നാടകത്തിലായിരുന്നു. അവിടെ നിന്ന് ഒരു ഗ്രീൻ റൂമിൽ വന്ന് എന്നെ ഒരു സിനിമയിലേക്ക് എനിക്കൊരു വേഷമുണ്ട് വാ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോയ എൻ്റെ സിനിമയിലേക്ക് എത്തിച്ച എൻ്റെ ഗുരുനാഥനും ജോസ് തോമസ് സാറിൻ്റെ മുന്നിൽ ഇങ്ങനെ വന്നിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. സാറിനോടുള്ള നന്ദി സാറിൻ്റെ കാലത്തോണ്ട് പറയുന്നു. ഇത്രയും വലിയ വേദിയിലേക്കൊക്കെ പിന്നീട് വരാൻ പറ്റിയത് സാറിൻ്റെ പോലുള്ള അനുഗ്രഹമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. പിടിച്ചിൽ പടവാന്നേ. ഓക്കെ, സന്തോഷം.